കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ വിളക്കന്നൂരിലെ ക്രിസ്തുരാജ പള്ളിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകി. വിശുദ്ധ കുർബാനക്കിടെ തിരുവോസ്തിയിൽ യേശുക്രിസ്തുവിന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടതാണ് ഈ അത്ഭുതം. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച 140ാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണിത്. 2025 മെയ് 31 ശനിയാഴ്ച ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ഗിറേലി ഈ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശുദ്ധ കുർബാനയ്ക്കിടെ വിശ്വാസ തിരുസംഘത്തിൽ നിന്നുള്ള ഔദ്യോഗിക ഡിക്രി അദ്ദേഹം വായിച്ചു. ദിവ്യകാരുണ്യമാകുന്ന ഈ വലിയ സമ്മാനത്തിന് ദൈവത്തോട് നന്ദി പറയാൻ ഈ സന്തോഷകരമായ അവസരം നമുക്ക് വിനിയോഗിക്കാം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2013 നവംബർ 15 ഫാദർ തോമസ് പതിക്കൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് ഈ അത്ഭുത സംഭവം നടന്നത്. കുർബാനയുടെ ആശീർവാദ സമയത്ത് തിരുവോസ്തി ഉയർത്തിയപ്പോൾ അതിൽ ഒരു അസാധാരണമായ അടയാളം രൂപപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ക്രമേണ ആ അടയാളം കൂടുതൽ വ്യക്തമാവുകയും യേശുക്രിസ്തുവിന്റെ മുഖമായി തെളിയുകയും ചെയ്തു. വർഷങ്ങളോളം നീണ്ട പ്രാർത്ഥനകൾക്കും ശാസ്ത്രീയ വിശകലനങ്ങൾക്കും ദൈവശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്കും ഒടുവിൽ 2025 മെയ് മാസത്തിൽ വത്തിക്കാൻ ഈ സംഭവത്തെ ഒരു യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു. ഈ അത്ഭുതം ഒരു അസാധാരണമായ ദിവ്യകാരുണ്യ അടയാളം എന്നതിലുപരി മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന യേശുവിന്റെ തിരുമുഖത്തിന്റെ അറിയപ്പെടുന്ന 3ാമത്തെ പ്രതിച്ഛായ കൂടിയാണ്. ഇതിനെ സഭ അക്യേറോപോയിറ്റ എന്ന് വിളിക്കുന്നു. ഈ വിശുദ്ധ ചിത്രങ്ങളിൽ ആദ്യത്തേത് വിശുദ്ധ വെറോനിക്കയുടെ തൂവാലയാണ്. പാരമ്പര്യമനുസരിച്ച് കുരിശും വഹിച്ചു പോവുകയായിരുന്ന യേശുവിന്റെ മുഖം തുടയ്ക്കാൻ വിശുദ്ധ വെറോനിക്ക തന്റെ തൂവാല നൽകി. അവളുടെ സ്നേഹത്തിന് പകരമായി ക്രിസ്തു തന്റെ രൂപം ആ തുണിയിൽ പതിപ്പിച്ചു. കുരിശിന്റെ വഴിയുടെ 6ാം സ്ഥലത്തിൽ ഈ നിമിഷം അനുസ്മരിക്കപ്പെടുന്നു. 2ാമത്തേത് ടൂറിനിലെ തിരുക്കച്ചയാണ്. യേശുവിനെ സംസ്കരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന ലിനൻ തുണിയാണ് ടൂറിനിലെ തിരുക്കച്ച. ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപം ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി പഠനത്തിനും വണക്കത്തിനും വിഷയമായിട്ടുണ്ട്. 3ാമത്തേത് വിളക്കണ്ണൂരിലെ തിരുമുഖമാണ്. വത്തിക്കാന്റെ അംഗീകാരത്തെ തുടർന്ന് വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അത്ഭുതം നടന്ന തിരുവോസ്തി പ്രത്യേകം തയ്യാറാക്കിയ ദിവ്യകാരുണ്യ സക്രാരിയിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ വിശ്വാസികൾക്ക് വന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. കേരളത്തിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിനായി ഒരു പ്രകാശം പരന്നിരിക്കുന്നു. യേശുവിന്റെ തിരുമുഖം. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം.